അമരവാണിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ വീട് നിർമ്മാണത്തിൽ കോണിക്കൂടിന് എത്രയധികം പ്രാധാന്യമുണ്ട്, അപ്പോൾ കോണിക്കൂട് ഏതെല്ലാം ഭാഗത്ത് വരണം എന്നുള്ളതിൻ്റെ ചില സംശയങ്ങളും ചോദ്യത്തിൽ നിന്നാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും എല്ലാ വീടുകൾക്കും കോണിക്കൂട് ഒഴിച്ചിടുന്നുണ്ട്. കാരണം ചെറിയ വീടായാലും വലിയ വീടായാലും ഒരു നിലയായാലും കോണിക്കൂട് ഒഴിച്ചിടുക, അത് പിന്നീട് ഒരു കാലത്ത് അതുകൊണ്ട് ഉപകാരം ഉണ്ടാവും എന്നുള്ള കണക്കെ കോണിക്കൂടിന് വലിയൊരു പ്രാധാന്യം ഇന്ന് വന്നിട്ടുണ്ട്. എല്ലാ വീടുകൾക്കും കോണിക്കൂട് ഇന്ന് കൊടുക്കുന്നുണ്ട്. അത് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും പിന്നീട് ആവശ്യം വരും എന്നുള്ളതുകൊണ്ട്. വാസ്തുശാസ്ത്ര നിയമത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നല്ല എല്ലാ കാലവും എക്കാലവും മുമ്പും ഒക്കെ വീടുകൾക്ക് കോണിക്കൂട് അത്യാവശ്യം തന്നെയായിരുന്നു. അതുകൊണ്ട് കോണിക്കൂടിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള ഒരു നിയമം തന്നെ വാസ്തുശാസ്ത്രത്തിൽ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. അത് ഇതാണ്. ഇപ്പോൾ നമുക്ക് ഓരോ ദിക്കിലേക്കും ദർശനമായിട്ട് നമ്മൾ വീട് വയ്ക്കുന്ന സമയത്ത് ഏതൊക്കെ ഭാഗത്ത് കോണിക്കൂട് വരണം എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആദ്യം നമുക്ക് വടക്ക് ദർശനമുള്ള വീട് വയ്ക്കുന്ന സമയത്ത് നമുക്ക് കോണിക്കൂട് വരേണ്ടത് ഒന്നുകിൽ തെക്ക് ചുമരിനോട് ചേർന്നോ അല്ലെങ്കിൽ വടക്ക് ചുമരിനോട് ചേർന്നോ ആണ് കോണിക്കൂട് വരേണ്ടത്. അപ്പോൾ കോണിക്കൂട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വടക്കോട്ട് ഇറങ്ങി വരുന്നതായിട്ടോ അല്ലെങ്കിൽ കിഴക്കോട്ട് ഇറങ്ങി വരുന്നതായിട്ടോ ഉള്ള രീതിയിൽ വേണം കോണിക്കൂട് സെറ്റ് ചെയ്യാൻ. കൂടാതെ കോണിക്കൂട് സെറ്റ് ചെയ്യുമ്പോൾ ബ്രഹ്മസ്ഥാനം മധ്യത്തിൽ കൊണ്ട് കോണിക്കൂട് സ്ഥാപിക്കരുത്. കാരണം ഭാരപ്പെട്ട ഒരു നിർമ്മാണ പദ്ധതിയാണ് കോണിക്കൂട്. ഇന്ന് വളരെ അട്രാക്ഷനായിട്ടും അതുപോലെ വളരെ ഉറപ്പോടുകൂടിയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് കോണിക്കൂട്. കോണിക്കൂടെന്ന് ഒരു അലങ്കാരത്തിൽ തന്നെ ചെയ്യുന്നൊരു മേഖലയാണ് കോണിക്കൂട്. അതുകൊണ്ട് കോണിക്കൂട് നമുക്ക് എവിടെ സ്ഥാപിക്കാം എന്നുള്ളൊരു നിലയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് വീടിന് വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കി തീർക്കുമെന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ കോണിക്കൂട് നിർമ്മിക്കുമ്പോൾ ഇനി തെക്കായാലും പടിഞ്ഞാറായാലും കോണിക്കൂട് സ്ഥാപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കോണിക്കൂട് തന്നെ അതിൻ്റെ ആ സ്റ്റെപ്പുകൾ നേരെ മധ്യസൂത്രം വീടിൻ്റെ ഒത്ത സെൻറ്ററിലൂടെ വരുന്ന രേഖ, അത് കിഴക്ക് പടിഞ്ഞാറായാലും തെക്ക് വടക്കല മധ്യത്തിൽ വരുന്ന രേഖയിൽ നിന്ന് മാറിയിട്ട് വേണം അതിൻ്റെ അടിഭാഗം സെറ്റ് ചെയ്യാൻ കോണിക്കൂടിൻ്റെ എന്നുള്ളതും വാസ്തുവിൽ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വടക്ക് ഭാഗത്തേക്ക് ദർശനമുള്ള വീടിന് തെക്ക് ഭാഗത്തോ പടിഞ്ഞാറ് ചുമരിനോട് ഭാഗത്തോ നല്ല രീതിയിൽ കോണിക്കൂട് സ്ഥാപിക്കാം. അത് നമുക്ക് വടക്ക് കിഴക്ക് ഭാഗത്ത് വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഭാരമുള്ള ഭാഗങ്ങളൊക്കെ തെക്ക് ഭാഗത്തോ അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തോ ആണ് വടക്കോട്ട് ദർശനമുള്ള വീടുകൾക്ക് ഏറ്റവും അഭികാമ്യം. അത് വീടിൻ്റെ ഒരു സന്തുലനാവസ്ഥയ്ക്കും ഒരു അവിടെയുള്ള വായു, വെളിച്ചം, ഇത്തരം കാര്യങ്ങളെയൊക്കെ പരിഗണിച്ചും പഞ്ചഭൂതങ്ങളുടെ പ്രവർത്തനത്തെ ആസ്പദമാക്കിയും വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും ബലാബലത്തെ ആസ്പദമാക്കിയൊക്കെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വാസ്തുശാസ്ത്രത്തിൽ പറയുന്നത്. അതുകൊണ്ട് ഒരു വീട് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് തന്നെ കോണിക്കൂടിനുള്ള ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ആദ്യമേ തന്നെ അളവിലും എല്ലാം രേഖപ്പെടുത്തി റെഡിയാക്കി വെച്ചിട്ട് വേണം വീട് പണി തുടങ്ങാൻ. എന്നാൽ അത് നിർമ്മാണ സമയത്ത് യാതൊരു പ്രയാസവുമില്ലാതെ വീട് പണിയിൽ കോണിക്കൂടിന് പ്രത്യേക പരിഗണന കൊടുക്കാവുന്നതാണ്.